കെമിസ്ട്രിയുടെ രണ്ടാമത്തെ അധ്യായമായ സ്ട്രക്ചർ ഓഫ് ആറ്റം അതാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. +1 കെമിസ്ട്രിയിൽ ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. നമുക്കിതിൽ നിന്നും ഏകദേശം ഒരു 6 മാർക്കിന് ക്വസ്റ്റ്യൻസ് എക്സാമിന് പ്രതീക്ഷിക്കാം. കുറച്ച് വലിയ പാഠമാണ്, എന്നിരുന്നാലും നമുക്ക് ഇത് പഠിക്കാനായിട്ട് എളുപ്പമാണ്. കാര്യങ്ങൾ ആദ്യം മുതൽ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് ഇരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം, നമ്മൾ എന്തുകൊണ്ടാണ് ഈ ചാപ്റ്റർ പഠിക്കുന്നത്? കാര്യം നമുക്കറിയാം, വേൾഡ് ഓഫ് ആറ്റംസ്, ആറ്റംസിനെ കുറിച്ചുള്ള പഠനം ഇറ്റ് ഈസ് ഫുൾ ഓഫ് മിസറീസ് ആൻഡ് സർപ്രൈസസ്. നിഗൂഢതകൾ നിറഞ്ഞതാണ് അല്ലേ? അപ്പോൾ ആറ്റത്തിൻ്റെ വേൾഡ് എന്ന് പറയുന്നത് ഒരുപാട് നിഗൂഢതകൾ ആൻഡ് അതുപോലെ സർപ്രൈസസ്, അത്ഭുതങ്ങളും നിറഞ്ഞതാണ്. നമുക്കറിയാം, കെമിസ്ട്രി എന്ന് പറയുന്നത് ബേസ് ചെയ്യുന്നത് ആറ്റംസിനെ കുറിച്ചും അതിൻ്റെ സ്ട്രക്ചേഴ്സിനെ കുറിച്ചുമാണ്. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഒരു ആറ്റത്തിൽ ബിഹേവിയർ ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ പാഠം കേട്ടാൽ നമുക്കറിയാം, സ്ട്രക്ചർ ഓഫ് ആറ്റമാണ് പഠിക്കുന്നത്. അതിൻ്റെ കാര്യം, ആറ്റംസിനെ കുറിച്ചുള്ള ആ ഒരു വേൾഡ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് സർപ്രൈസസ് ആണ്. കെമിസ്ട്രി എന്ന് പറയുന്നത് ബേസ് ചെയ്യുന്നത് ആറ്റംസിനെ കുറിച്ച്, കെമിസ്ട്രി ബേസ് ചെയ്യുന്നത് ആറ്റംസിനെ കുറിച്ച് മാത്രമാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് ഹോൾ കെമിസ്ട്രി ബേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ എന്താ ചെയ്യുന്നത്, ഇലക്ട്രോൺസിനെ കുറിച്ചും അതിൻ്റെ സ്ട്രക്ചറിനെയും പ്രോപ്പർട്ടിയും കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഹെഡിങ് നമുക്ക് നോക്കാം. എന്താണ് അവിടെ പോയിന്റർ ശ്രദ്ധിക്കുക, ലേസർ വരുന്നുണ്ട്. ഡിസ്കവറി ഓഫ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ്. അപ്പം നമ്മളിത് പഠിക്കുന്നത് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിൻ്റെ ഡിസ്കവറി. ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് മീൻസ് ആറ്റത്തിനകത്തുള്ള അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട 3 പേരാണ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലക്ട്രോൺസിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനു മുന്നേ ഫസ്റ്റ് പാഠത്തിൽ നമ്മൾ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി പഠിച്ചിട്ടുണ്ട് ഇല്ലേ? നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൽ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി പഠിക്കുന്നുണ്ട്. ഈ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താ എക്സ്പ്ലെയിൻ ചെയ്യാം? ലാ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലാ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ, ലാ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ഇതൊക്കെ നമുക്ക് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി വെച്ച് സക്സസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ചില പരീക്ഷണങ്ങൾ ചില പരീക്ഷണങ്ങളുടെ റിസൾട്ട് കണ്ടപ്പോഴത്തേക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്തിനു പറ്റിയിട്ടില്ല? ഡാൾട്ടൺസ് അറ്റോമിക് തിയറിക്ക് പറ്റിയിട്ടില്ല. ഒരു എക്സാമ്പിൾ, ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. നമ്മൾ സിൽക്ക് അല്ലേ, ഗ്ലാസ് റോഡിനകത്ത് റബ്ബ് ചെയ്യുക. സിൽക്ക് എടുത്തിട്ട് ഗ്ലാസ് റോഡിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാകുന്ന ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നുണ്ടല്ലേ? ഈ പരീക്ഷണത്തിൻ്റെ റിസൾട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഡാൾട്ടൺസ് അറ്റോമിക് തിയറി പര്യാപ്തമല്ല. അപ്പം ഡാൾട്ടൺസ് അറ്റോമിക് തിയറി വെച്ചിട്ട് കുറച്ച് ലോസ് നമുക്ക് എന്ത് ചെയ്യാം? സക്സസ്ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏതൊക്കെയാണ് ആ ലോസ്? ലാ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലാ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ ആൻഡ് ലാ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ബട്ട് സം എക്സ്പെരിമെന്റ്സ് കനോട്ട് ബി, അല്ലെങ്കിൽ റിസൾട്ട്സ് ഓഫ് സം എക്സ്പെരിമെന്റ്സ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. അതിൽ പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. സിൽക്ക് എടുത്തിട്ട് ഗ്ലാസ് റോഡിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ തിയറിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം ചർച്ച ചെയ്യേണ്ടത് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ. ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളായ ഇലക്ട്രോണിൻ്റെ ഡിസ്കവറിയെ കുറിച്ചാണ് ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ ഈ പരീക്ഷണം നടത്തിയ ആളുടെ പേര് ബോർഡിൽ കിടപ്പുണ്ട്. അയാളുടെ പേരാണ് വില്യം ക്രൂക്ക്. പരീക്ഷണം നടത്തിയ ആളുടെ പേര് വില്യം ക്രൂക്ക്. 1879 ഇദ്ദേഹം ചെയ്തത്, ആ ഡിവൈസിൻ്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്, കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ്. ഡിവൈസ് ഈസ് കാൾഡ് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ്. ദിസ് ട്യൂബ് ഈസ് പാർഷ്യലി ഇവാക്യുവേറ്റഡ്. അപ്പോൾ എൻ്റെ ഫിഗർ അവിടെ നോക്കൂ. നമ്മൾ ആ ക്രൂക്സ് ട്യൂബിനകത്ത് ടോപ്പിൽ കണ്ടോ ഒരു വാക്വം പമ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? അകത്തെ പ്രഷർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. സോ ഇറ്റ് ഈസ് എ പാർഷ്യലി ഇവാക്യുവേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ട്യൂബാണ് നമ്മുടെ ക്രൂക്സ് ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ,
ഈ ട്യൂബിന് വേറെ ഒരു പേരുണ്ട്, നമ്മൾ പറഞ്ഞു കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ്. അപ്പം ഫിഗർ നോക്കാം. ഇറ്റ് ഈസ് എ ലോങ് ഗ്ലാസ് ട്യൂബ്. ആ ഫിഗർ കണ്ടാൽ അറിയാം ഇത് നീളം കൂടിയ ഒരു ഗ്ലാസ് ട്യൂബാണ്. അബൌട്ട് 60 സെന്റിമീറ്റർ ലോങ്, ഏകദേശം 60 സെന്റിമീറ്റർ നീളമുള്ള ഒരു ഗ്ലാസ് ട്യൂബാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും 2 മെറ്റൽ പീസസ് കണക്ട് ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റിലും റൈറ്റിലും. ദേ ആർ കാൾഡ് ഇലക്ട്രോഡ്. ഇതിനകത്ത് നെഗറ്റീവുമായി കണക്ട് ചെയ്തേക്കുന്ന ഇലക്ട്രോഡിൻ്റെ പേര് കാഥോഡെന്നും പോസിറ്റീവുമായി കണക്ട് ചെയ്ത ഇലക്ട്രോഡിൻ്റെ പേര് ആനോഡ് എന്നുമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ബാറ്ററിയുടെ നെഗറ്റീവുമായി കണക്ട് ചെയ്യുന്നത് കാഥോഡ്, പോസിറ്റീവുമായി കണക്ട് ചെയ്യുന്നത് ആനോഡ്. ഇത് ക്രൂക്സ് ട്യൂബാണെന്നറിയാം. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, വാക്വം പമ്പ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? അകത്തെ പ്രഷർ കുറയ്ക്കും. ആ പ്രഷർ എത്രയെന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അറൗണ്ട് 10⁻⁻⁴ ATM ആണ്. ഇപ്പോൾ വാക്വം പമ്പ് വെച്ച് അകത്തെ പ്രഷർ കുറയ്ക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് 10⁻⁻⁴ ATM. ദെൻ വി അപ്ലൈ എ ഹൈ വോൾട്ടേജ്. അതിൻ്റെ ഫിഗർ അവിടെ കാണാം. അറൗണ്ട് 10,000 വോൾട്ട്, 10,000 വോൾട്ട്. അപ്പോൾ ഈ പരീക്ഷണം നടക്കണമെങ്കിൽ നമുക്ക് 2 കണ്ടീഷനുണ്ട്. എന്തൊക്കെയാണ്? ലോ പ്രഷറും ഹൈ വോൾട്ടേജും. ലോ പ്രഷർ ബൈ യൂസിങ് വാക്വം പമ്പാണ്, അത് 10⁻⁻⁴ ATM ആണ്. ഹൈ വോൾട്ടേജ് എന്ന് പറയുന്നത് 10,000 വോൾട്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പം സം ഇൻവിസിബിൾ റേസ്, ഞാൻ ബോർഡിൽ അങ്ങനെ മാർക്ക് ചെയ്തെങ്കിലും അവിടെ കാണിച്ചിട്ടുണ്ടത് ഇൻവിസിബിൾ റേസ് ആണ്. ഇൻവിസിബിൾ റേസ് എമർജസ് ഫ്രം ദി കാഥോഡ്. എവിടെ നിന്ന് ഇറങ്ങും? നെഗറ്റീവുള്ള കാഥോഡിൽ നിന്ന് ഇറങ്ങും. ഇവർ നേരെ എങ്ങോട്ട് പോകും? ആനോഡിൻ്റെ ഭാഗത്തേക്ക് പോകും. പക്ഷെ അവിടെ ശ്രദ്ധിക്കുക, ഈ ആനോഡിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളൊരു കോട്ടിംഗ് ചെയ്തിട്ടുണ്ട്. ഒരു ഫോസ്ഫോറസൻ്റ് മെറ്റീരിയലായ സിങ്ക് സൾഫൈഡ് ആണ് അവിടെ കോട്ട് ചെയ്തേക്കുന്നത്. അപ്പം ആനോഡിൻ്റെ ബാക്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കോട്ടിംഗ് ഉണ്ട്. അതെന്താണ്? ഫോസ്ഫോറസൻ്റ് പദാർത്ഥമായ സിങ്ക് സൾഫൈഡ് ആണ് കോട്ട് ചെയ്തേക്കുന്നത്. ഇനി ആനോഡിൻ്റെ പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് എ പെർഫറേറ്റഡ് ആനോഡ്. ദിസ് ആനോഡ് ഈസ് എ, ഇത് അവിടെ കാണിച്ചു തരാം, പെർഫറേറ്റഡ് ആനോഡ്. പെർഫറേറ്റഡ് മീൻസ് നടുക്ക് ഹോളുള്ള ആനോഡ്. അങ്ങനെ നടുക്ക് ഹോളുള്ളത് കൊണ്ടാണ് ഇവിടെ നിന്ന് പോയ റേസ് ആ ഹോളിൽ കൂടെ കയറി ബാക്ക് സൈഡിൽ പോയി വീണത്. അപ്പം ഞാൻ പറഞ്ഞു അവിടെ ഒരു പെയിന്റ് ഉണ്ട്. എന്ത് പെയിന്റാണ്? സിങ്ക് സൾഫൈഡ് പെയിന്റ് ആണ് അവിടെ ഉള്ളത്. അങ്ങനെ വീണ സമയത്ത് ദർ പ്രൊഡ്യൂസേഴ്സ് എ ഗ്രീനിഷ് യെല്ലോ ലൈറ്റ്. താണ്ട ഇവിടെ കാണാം, അവിടെ എന്തുണ്ടാകുന്നു? ഗ്രീനിഷ് യെല്ലോ ലൈറ്റ് ഉണ്ടാകുന്നു. അതിന് കാര്യം, ഈ പോകുന്ന റേസ് ഇൻവിസിബിൾ ആണെങ്കിലും അവിടെ പുരട്ടിയ പദാർത്ഥം ഫോസ്ഫോറസൻ്റ് ആണ്. ഫോസ്ഫോറസൻ്റ് പെയിന്റിൽ ഇൻവിസിബിൾ റേസ് വന്ന് വീണാൽ അവിടെ എന്തുണ്ടാകും? ലൈറ്റ് ഉണ്ടാകും. ഇവിടെ ഉണ്ടായ ലൈറ്റ് ഗ്രീനിഷ് യെല്ലോ ലൈറ്റ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ വന്ന കാഥോഡിൽ നിന്നും പുറത്തേക്ക് വന്ന ഈ റേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് റേസ്? കാഥോഡ് റേസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസ്കവറി ഓഫ് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ്. അതിൽ പ്രധാനപ്പെട്ട ഇലക്ട്രോൺസ്. ഈ പരീക്ഷണം നടത്തിയാളുടെ പേര് വില്യം ക്രൂക്ക്. ഡിവൈസിൻ്റെ പേര് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് അല്ലെങ്കിൽ ക്രൂക്സ് ട്യൂബാണ്. 2 കണ്ടീഷനുണ്ട്, ലോ പ്രഷറും ഹൈ വോൾട്ടേജും കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പം സം റേസ് ഇജക്റ്റഡ് ഫ്രം ദി ഇൻവിസിബിൾ റേസ് എമർജസ് ഫ്രം ദി കാഥോഡ് മൂവ് ടുവേർഡ്സ് ദി ആനോഡ്. ആനോഡ് പെർഫറേറ്റഡ് ആണ് ഇല്ലേ? അപ്പം എൻ്റെ ബാക്കിൽ ഒരു പെയിന്റ് ഉണ്ട്, സിങ്ക് സൾഫൈഡ് പെയിന്റ് ആണ്. അപ്പം അവിടെ ഈ റേസ് പോയി വീണപ്പോൾ എന്തുണ്ടായി? ഗ്രീനിഷ് യെല്ലോ ലൈറ്റ് ഉണ്ടായി. ഇങ്ങനെ കാഥോഡിൽ നിന്നും പുറത്തേക്ക് വന്ന റേസാണ് എന്ത് റേസ്? കാഥോഡ് റേസ്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇലക്ട്രോൺ എങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടു, അല്ലെങ്കിൽ കാഥോഡ് റേസ് എങ്ങനെയാണ് കണ്ടുപിടിക്കപ്പെട്ടത് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇങ്ങനെ കണ്ടുപിടിക്കപ്പെട്ട കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേസ്. ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ പ്രൊഡ്യൂസ് എ ഡീപ്പ് ഓർ ക്ലിയർ ഷാഡോ ഓഫ് ദി സോളിഡ് ഒബ്ജെക്റ്റ് ഇൻ ദെയർ പാത്ത്. ഈ കാഥോഡ് റേസ് പോകുന്ന വഴിയിൽ ഏതെങ്കിലും സോളിഡ് ഒബ്ജക്റ്റ് കൊണ്ടുവച്ചാൽ അതെന്തുണ്ടാക്കും? കൃത്യമായ ഒരു ഷാഡോ ഉണ്ടാക്കും. അപ്പം എൻ്റെ മീനിങ് എന്താണ്? കാഥോഡ് റേസ് ട്രാവൽസ് ഇൻ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ. കാര്യം സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുന്ന പ്രകാശത്തിന് മുന്നിൽ ഒരു വസ്തു കൊണ്ടുവയ്ക്കുമ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്? ഷാഡോ ഉണ്ടാകുന്നത് അല്ലേ? അപ്പം നമുക്കറിയാം, ടോർച്ച് അടിക്കുന്നു,
നമ്മൾ ആ ടോർച്ചിൻ്റെ വെട്ടം പോകുന്ന ആ പാത്തിൽ കയറി നിന്നാൽ ബാക്ക് സൈഡ് എന്തുണ്ടാകും? ഷാഡോ ഉണ്ടാകും. ബിക്കോസ് ലൈറ്റ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. അതുപോലെ കാഥോഡ് റേസ് ട്രാവൽ ചെയ്യുന്ന വഴിയിൽ ഒരു സോളിഡ് ഒബ്ജക്റ്റ് കൊണ്ട് വച്ചാൽ അത് പോകുന്ന പാത്തിൽ എന്തുണ്ടാകും? ഒരു ഷാഡോ ഉണ്ടാകും. വിച്ച് മീൻസ് കാഥോഡ് റേസ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ക്ലിയർ ആണേ? ഇനി അടുത്തൊരു പോയിന്റ്, ഈ കാഥോഡ് റേസ് പോകുന്ന വഴിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. കാഥോഡ് റേസ് പോകുന്ന വഴിയിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ ദേ വിൽ ഡീവിയേറ്റ് ടുവേർഡ്സ് ദ പോസിറ്റീവ് സൈഡ് ഓഫ് ദ പ്ലേറ്റ്. അവരെന്ത് ചെയ്യും? അവിടെ പോസിറ്റീവ് സൈഡിലേക്ക് ഡീവിയേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? കാഥോഡ് റേസ് കൺസിസ്റ്റ് എന്ത് ചാർജ്? നെഗറ്റീവ് ചാർജ്. അപ്പോൾ കാഥോഡ് റേസ് പോകുന്ന പാത്തിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ഡീവിയേറ്റ് ടുവേർഡ്സ് പോസിറ്റീവ് സൈഡ്, വിച്ച് മീൻസ് ദേ ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തുണ്ട്? നെഗറ്റീവ് ചാർജുള്ള ആൾക്കാരുണ്ട്. ഈ നെഗറ്റീവ് ചാർജുള്ള കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് അവരെ വിളിച്ച പേരാണ് ഇലക്ട്രോൺസ്. ഈ പേര് കൊടുത്തത് അവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, സ്റ്റോണി എന്ന കെമിസ്റ്റാണ്. അപ്പോൾ കാഥോഡ് റേസിനകത്തുള്ള നെഗറ്റീവ് ചാർജുള്ള കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസിന് ഇലക്ട്രോൺസ് എന്ന പേര് കൊടുത്തുള്ള പേര് സ്റ്റോണി എന്നാണ്. അപ്പോൾ സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണേ? ഇനി തേർഡ് പോയിന്റ്, കാഥോഡ് റേസ് പോകുന്ന പാത്തിൽ നിങ്ങൾ ലൈറ്റ് പാഡിൽ വീൽ, ഒരു ടർബൈൻ പോലെ വെയിറ്റ് ഇല്ലാത്ത ഒരു ചക്രം കൊണ്ട് വച്ച് കഴിഞ്ഞാൽ ആ വീൽ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും, കറങ്ങാൻ തുടങ്ങും. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? ഈ പോയ കാഥോഡ് റേസിന് ഇറ്റ് പൊസസ് എന്ത് എനർജി? കൈനറ്റിക് എനർജി. ആൻഡ് ദേ ആർ മെറ്റീരിയൽ പാർട്ടിക്കിൾസ്. അവർ കുറച്ച് കട്ടിയുള്ള വർക്ക് ചെയ്യാൻ കഴിവുള്ള പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ തേർഡ് പോയിന്റ്, കാഥോഡ് റേസിൻ്റെ പാത്തിൽ നിങ്ങൾ എന്ത് പ്ലേസ് ചെയ്യുന്നു? ഒരു ലൈറ്റ് പാഡിൽ വീൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീലിനെ കാഥോഡ് റേസ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. അതിൻ്റെ മീനിങ് കാഥോഡ് റേസിന് എന്തുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്. അതുപോലെ ദേ ആർ മെറ്റീരിയൽ പാർട്ടിക്കിൾസ്. ഇനി ഫോർത്ത് പോയിന്റ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. കാഥോഡ് റേസിൻ്റെ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് ടു മാസ് റേഷ്യോ, ചാർജ് ബൈ മാസ് റേഷ്യോ ആൾവേസ് എ കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ ബൈഹാർട്ട് ചെയ്യണം. 1.758820 ഇൻറ്റു 10⁻11 കൂളോം പെർ കിലോഗ്രാം. ഇപ്പോൾ പറഞ്ഞ പോയിന്റ് എന്താണ്? കാഥോഡ് റേസിൻ്റെ എന്ത് റേഷ്യോ? ചാർജ് ടു മാസ് റേഷ്യോ. ചാർജിൻ്റെ സിമ്പിൾ ഇ ആണ്, മാസിൻ്റെ സിമ്പിൾ എം ആണ്. അപ്പോൾ ചാർജ് ടു മാസ് റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? E/me. കണ്ടോ? E/me. ഇത് ആൾവേസ് എ കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.758820 ഇൻറ്റു 10⁻11 കൂളോം പെർ കിലോഗ്രാം ആണ്. അത് ബൈഹാർട്ട് ചെയ്യണം. ഇനി അടുത്തൊരു പോയിന്റ്, ഈ കാഥോഡ് റേസ് പോകുന്നത് യൂഷ്വലി ഒരു ഗ്യാസിനകത്തൂടെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് പോകുന്ന ഗ്യാസിന് എന്ത് ചെയ്യും? അയണൈസ് ചെയ്യും. കാഥോഡ് റേസ് പോകുമ്പോൾ അത് സഞ്ചരിക്കുന്ന ഒരു ഗ്യാസിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആ സഞ്ചരിക്കുന്ന ഗ്യാസിന് എന്ത് ചെയ്യുന്നു? ഇറ്റ് അയണൈസസ്, അത് അയണൈസ് ചെയ്യിപ്പിക്കുന്നു. അടുത്ത പോയിന്റ്, കാഥോഡ് റേസ് ഏതെങ്കിലും ഒരു മെറ്റാലിക് ടാർജറ്റിൽ പോയി തട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് പ്രൊഡ്യൂസസ് എക്സ്റേസ്. കണ്ടോ? അപ്പം കാഥോഡ് റേസ് ഒരു മെറ്റാലിക് ടാർജറ്റിൽ പോയി ഇടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊഡ്യൂസ് എന്ത് റേസ് ആണ്? എക്സ്റേസ്. ഇനി ലാസ്റ്റത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ മെറ്റീരിയൽ ഇലക്ട്രോഡ്സ്. നമ്മൾ കുറച്ചുമുന്നേ പറഞ്ഞു, ക്രൂക്സ് ട്യൂബിനകത്ത് 2 ഇലക്ട്രോഡ്സ് ഉണ്ട്, കാഥോഡും ആനോഡും. ഇത് 2 മെറ്റൽസ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോയിന്റ് എന്താണ്? കാഥോഡ് റേസിൻ്റെ സ്വഭാവത്തിന്, ക്യാരക്ടറിസ്റ്റിക്സിന് എന്തുമായിട്ട് ബന്ധമില്ല? ഈ ക്രൂക്സ് ട്യൂബിനകത്ത് ഉപയോഗിച്ച മെറ്റൽ ഇലക്ട്രോഡിൻ്റെ നേച്ചറുമായിട്ട് ബന്ധമില്ല. എന്ന് വെച്ചാൽ ഏത് മെറ്റൽ യൂസ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന വാല്യൂ സെയിം ആയിരിക്കും. ആൻഡ് ആൾസോ ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ഗ്യാസ് ഇൻ ദി ക്രൂക്സ് ട്യൂബ് ഓർ കാഥോഡ് റേ ട്യൂബ്. അതുപോലെ ഈ ട്യൂബിനകത്ത് എന്തുണ്ട്? ലോ പ്രഷറിൽ ഗ്യാസ് ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ ഈ ഗ്യാസിൻ്റെ നേച്ചറുമായും ആർക്ക് ബന്ധമില്ല? കാഥോഡ് റേസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിന് ബന്ധമില്ല. അപ്പോൾ കാഥോഡ് റേസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിന് ഈ ക്രൂക്സ് ട്യൂബിനകത്തുള്ള മെറ്റൽ ഇലക്ട്രോഡുമായോ അതിനകത്തുള്ള ഗ്യാസിൻ്റെ നേച്ചറുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ല.
അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. എന്താണ്? ഒരു മാറ്റർ എടുത്താൽ ഇലക്ട്രോൺസ് ആർ ദി ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ഓൾ മാറ്റർ. ഈ പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം, ഈ പ്രപഞ്ചത്തിലുള്ള ഏത് മാറ്റർ എടുത്തു കഴിഞ്ഞാലും അതിനകത്തുള്ള അടിസ്ഥാന നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് ആരാണ്? ഇലക്ട്രോൺസ് ആണ്. അപ്പം നമ്മൾ നോട്ട്ബുക്കിൽ എഴുതേണ്ടത് പ്രോപ്പർട്ടീസ് ഓഫ് എന്ത് റേസ് ആണ്? കാഥോഡ് റേസ്. ഇപ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കേണ്ടതെന്ന് പറഞ്ഞെങ്കിലും ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യമേ കയറി പ്രോബ്ലംസ് എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സെക്കൻഡ് ചാപ്റ്റർ പഠിച്ച് ഒരു ബേസ് ആക്കിയിട്ട് നമുക്ക് എങ്ങോട്ട് പോകാം? ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതേണ്ടത് പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേസ്. there are 7 property. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് they produce a shadow of a solid object in their path, which means cathode rays travels in straight line. Second point, in presence of electric field they deflect towards positive side, which means in these rays there are negatively charged particles. They are named as electrons by Stoney. ഇനി when we place a light paddle wheel in the path of cathode rays, it will rotate, which means cathode rays possess kinetic energy and they are material particles. ഇനി നാലാമത്തെ പ്രധാന പോയിന്റ്, അവരുടെ E/M ചാർജ് ടു മാസ് റേഷ്യോ ആൾവേസ് കോൺസ്റ്റന്റ് ആണ്. അത് ബൈ ഹാർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് 1.758820 ഇൻറ്റു 10⁻11 കൂളോം പെർ കിലോഗ്രാം. അഞ്ചാമത്തെ പോയിന്റ്, ദേ അയണൈസ് ദ ഗ്യാസസ് വിച്ച് ദേ ട്രാവൽ. അവർ സഞ്ചരിക്കുന്ന സമയത്ത് ആ ഗ്യാസ് എന്ത് ചെയ്യുന്നു? അയണൈസ് ചെയ്യുന്നു. അടുത്ത പോയിന്റ്, ദേ പ്രൊഡ്യൂസ് എക്സ്റേസ് വെൻ ദേ സ്ട്രൈക്ക് ഓൺ മെറ്റാലിക് ടാർജറ്റ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, characteristics of cathode rays does not depends on the material electrodes and nature of gas in the tube. From these observations we can conclude that electrons are the basic constituents of all matter. Okay, അപ്പം ഈ പ്രോപ്പർട്ടീസ് നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതുക. ഇലക്ട്രോണിൻ്റെ പ്രോപ്പർട്ടീസ് വരെ നമ്മൾ കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ് 7 വരെ നമ്മൾ പഠിച്ചു. അതിൻ്റെ കൺക്ലൂഷനായിട്ട് നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസ് ആർ ദി ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ഓൾ മാറ്റർ. ഇനി നമ്മൾ അടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പം നമ്മൾ ഇനി പഠിക്കുന്നത് ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ കുറച്ച് മുന്നേ പ്രോപ്പർട്ടി പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു ഇലക്ട്രോണിൻ്റെ ചാർജ് ടു മാസ് റേഷ്യോ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.758820 ഇൻറ്റു 10⁻11 കൂളോം പെർ കിലോഗ്രാം. ഇനി ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചത് നമുക്ക് നോക്കാം. ഇത് കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് ടു മാസ് റേഷ്യോ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ഇൻ 1897 1897 കണ്ടുപിടിച്ചത്. ഇനി ഇദ്ദേഹം യൂസ് ചെയ്ത ആ ഡിവൈസിൻ്റെ പടം നമ്മളുടെ ബോഡി വരച്ചിട്ടുണ്ട്. ഇതാണ് അദ്ദേഹം യൂസ് ചെയ്ത ഡിവൈസ്. ഇതിൻ്റെ പേരാണ് കാഥോഡ് റേ ട്യൂബ്. ഇറ്റ് ഈസ് കാൾഡ് കാഥോഡ് റേ ട്യൂബ്. ഓക്കെ ആണല്ലോ. ഇനി ഇദ്ദേഹം ചെയ്തത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2 കണ്ടീഷൻ എന്തൊക്കെയാണ്? ലോ പ്രഷറും ഹൈ വോൾട്ടേജും അപ്ലൈ ചെയ്യുമ്പോൾ കാഥോഡിൽ നിന്നും റേസ് എമിറ്റ് ചെയ്ത് ആനോഡിലേക്ക് പോകും. ആനോഡ് ഈസ് പെർഫറേറ്റഡ്. ദെൻ ആ റേസ് നേരെ ബാക്കിലേക്ക് പോകും. കുറച്ചു മുന്നേ പറഞ്ഞിരുന്നു കാഥോഡ് റേസ് ട്രാവൽസ് ഇൻ എന്ത് ലൈനാണ്? സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോയിട്ട് എവിടെ വീഴും? ബി എന്ന് പറയുന്ന പോയിന്റ് വീഴും. അവിടെ നമ്മൾ സിങ്ക് സൾഫൈഡ് എന്ന കോട്ടിങ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഗ്രീനിഷ് യെല്ലോ ലൈറ്റ് ബി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകും. ശരിയല്ലേ? അപ്പോൾ ആ പോയിന്റ് നമ്മൾ ബി എന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി നിങ്ങൾ ചെയ്യുന്നത് ഇതിൻ്റെ പാത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് നോക്കാം. പ്ലസും മൈനസും ഇലക്ട്രിക് ഫീൽഡ് മാത്രം അപ്ലൈ ചെയ്യാണ്. ഓക്കെ, അങ്ങനെ അപ്ലൈ ചെയ്താൽ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദേ ഡീവിയേറ്റ് ടുവേർഡ്സ് ഏത് സൈഡ്? പോസിറ്റീവ് സൈഡ്. അവരെങ്ങോട്ടേക്ക് ഡീവിയേറ്റ് ചെയ്യും? പോസിറ്റീവ് സൈഡിലേക്ക് ഡീവിയേറ്റ് ചെയ്തിട്ട് അവർ എ എന്ന് പറയുന്ന പോയിന്റിൽ പോയി വീഴും. അതെങ്ങനെ തിരിച്ചറിയാം? അത് ഫ്ലൂറസെൻ്റ് സ്ക്രീനാണ്. കണ്ടോ?
അത് ഫ്ലൂറസെന്റ് സ്ക്രീനാണ്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ എന്തുണ്ടാകും? ഗ്രീനിഷ് യെല്ലോ ലൈറ്റ് ഉണ്ടാകും. ക്ലിയർ അല്ലേ? ഇനി അദ്ദേഹം ചെയ്തത് ഇലക്ട്രിക് ഫീൽഡ് മാറ്റിയതിന് ശേഷം ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ നമുക്ക് കാണാം. ഒരു ഹോഴ്സ് ഷൂ മാഗ്നറ്റ് കണ്ടോ, സി ഷേപ്പിലുള്ള ഒരു ഹോഴ്സ് ഷൂ മാഗ്നറ്റ് അവിടെ പ്ലേസ് ചെയ്തു, വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പാത്ത് ഓഫ് കാഥോഡ് റേസ്. അതും കാഥോഡ് റേസിന്റെ പാത്തിന് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആയിട്ടാണ് പ്ലേസ് ചെയ്തത്. അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ റേ എന്ന് പറയുന്നത് സൗത്ത് പോളിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് സി എന്ന് പറയുന്ന പോയിന്റ് വന്ന് വീഴും. എന്ന് വെച്ചാൽ അവിടെ ഗ്രീനിഷ് യെല്ലോ ലൈറ്റ് ഉണ്ടാകും. ഇനി അടുത്ത സ്റ്റെപ്പിൽ അദ്ദേഹം ചെയ്തത്, അദ്ദേഹത്തിന് മനസ്സിലായ കാര്യം, ഈ ഇലക്ട്രോണിൻ്റെ ഈ കാഥോഡ് റേസിൻ്റെ ഡീവിയേഷൻ്റെ ഒരു എക്സ്റ്റെൻറ്റ് അളവെന്ന് പറയുന്നത് 3 കാര്യങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു. ഇത് അദ്ദേഹത്തിന് ഇവിടെ നിന്ന് മനസ്സിലായ കാര്യമാണ്. എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? നമ്പർ 1 നോക്കുക, ചാർജ് ഓൺ ഇലക്ട്രോൺ. അപ്പോൾ ഡിഫ്ലക്ഷന് ഇലക്ട്രോണിൻ്റെ ചാർജുമായി ബന്ധമുണ്ട്. 2, മാസ് ഓഫ് പാർട്ടിക്കിൾ, ദാറ്റ് ഈസ് മാസ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഈ ഡിഫ്ലക്ഷന് മാസുമായിട്ട് ബന്ധമുണ്ട്. അതുപോലെ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന പെർപെൻഡിക്കുലറായിട്ട് അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്തുമായിട്ടും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്തുമായിട്ടും ഈ പറഞ്ഞ ഡിഫ്ലക്ഷൻ എന്തുണ്ട്? ബന്ധമുണ്ട്. അപ്പോൾ തോംസൺ എന്താ കണ്ടുപിടിച്ചത്? ഈ കാഥോഡ് റേസിൻ്റെ ഡിഫ്ലക്ഷന് 3 കാര്യങ്ങളുമായിട്ടാണ് ബന്ധം. നമ്പർ 1 എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജ്, 2 ഇലക്ട്രോണിൻ്റെ മാസ്, 3 നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെയും MFൻ്റെയും സ്ട്രെങ്ത്. ഇത് 3ഉമായിട്ടാണ് ഈ ഡിഫ്ലക്ഷന് ബന്ധമുള്ളത്. ഇനി ഇദ്ദേഹം ചെയ്ത അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒന്നിച്ച് ഒരേ സമയം അപ്ലൈ ചെയ്തു. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരുമിച്ച് അപ്ലൈ ചെയ്തു. എന്നിട്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും സ്ട്രെങ്തുകൾ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അവസാനം ഈ റേ വീണ്ടും പോയി ബി എന്ന് പറയുന്ന ഫസ്റ്റ് പോയിന്റിൽ, കണ്ടോ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ബി എന്ന് പറയുന്ന ആ ഫസ്റ്റ് പോയിന്റിൽ പോയി വീണു. കണ്ടോ? അപ്പോൾ ഇപ്പോഴ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്, MFും കൊടുക്കുന്നുണ്ട്, എന്നിട്ട് നമ്മൾ സ്ട്രെങ്ത് അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ഈ റേസിനെ എവിടെ കൊണ്ടിട്ടു? ബി എന്ന് പറയുന്ന ആ ഫസ്റ്റ് പോയിന്റിൽ കൊണ്ടിട്ടു. By measuring the amount of these deflections, Thomson was able to calculate E/ME ratio. അപ്പോൾ ഈ പറഞ്ഞ ഡീവിയേഷൻ്റെ ഡിഫ്ലക്ഷൻസിൻ്റെ മെഷർമെൻ്റൊക്കെ അളന്നെടുത്തിട്ട് തോംസൺ വാസ് ഏബിൾ ടു കാൽക്കുലേറ്റ്, തോംസൺ കഴിഞ്ഞു ഫോർ കാൽക്കുലേറ്റിംഗ് എന്ത് റേഷ്യോ? E/ME റേഷ്യോ. ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് 1.758820 ഇൻറ്റു 10⁻11 കൂളോം പെർ കിലോഗ്രാം. അപ്പോൾ നോക്കുക, ഈ സെഷനകത്ത് നമ്മൾ പറഞ്ഞത് ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ നിങ്ങളുടെ നോട്ടിൻ്റെ ഹെഡിങ് എന്താണ്? ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ എന്നാണ്. ദെൻ ആ ഫിഗർ ആദ്യം വരയ്ക്കുക. ഇത് കണ്ടുപിടിച്ചത് J.J. തോംസൺ ഇൻ 1897. ആ ഡിവൈസിൻ്റെ പേര് കാഥോഡ് റേ ട്യൂബ് എന്നാണ്. നമുക്കറിയാം 2 കണ്ടീഷൻ, ലോ പ്രഷറും ഹൈ വോൾട്ടേജും. സം ഇൻവിസിബിൾ റേസ് എമർജസ് ഫ്രം ദി കാഥോഡ്, മൂവ് ടുവേർഡ്സ് ദി ആനോഡ്. ആനോഡ് പെർഫറേറ്റഡ് ആണ്, സോ ഇറ്റ് ഫാൾസ് ഓൺ ബി ബിക്കോസ് ദേ ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ബി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഗ്രീനിഷ് യെല്ലോ ലൈറ്റ് ഉണ്ടാകും. ദെൻ വി അപ്ലൈ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ദ പാത്ത് ഓഫ് ദി കാഥോഡ് റേസ്. Then he identified that the extent of deflection or deviation depends on 3 factors. Number 1, charge on electron. Second, mass of particle. Third, strength of electric field and magnetic field. Then he applied both electric field and magnetic field, and he balanced their strength. Finally, the ray falls at the point B. Okay, from these measurements from deflections he was able to calculate E/ME ratio, and its value is 1.758820 into 10⁻11 കൂളോം പെർ കിലോഗ്രാം. അപ്പം ഈ ഹെഡിങ് എഴുതിയിട്ട് ഫിഗർ വരച്ച് കാര്യങ്ങൾ എഴുതി വയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോണിൻ്റെ അടുത്ത പ്രോപ്പർട്ടിയായ ചാർജിനെ കുറിച്ചാണ്.
അപ്പോൾ ഒന്ന് ബോർഡിലേക്ക് നോക്കിയേ. ഹെഡിങ് ചാർജ് ഓൺ ദി ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടുപിടിച്ചത് R.A. മിലിക്കൺ ആണ്. റോബർട്ട് മിലിക്കൺ എന്ന കെമിസ്റ്റാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടുപിടിച്ചത് ബൈ ആൻ എക്സ്പെരിമെൻറ്റ് നോൺ ആസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ്. അദ്ദേഹം നടത്തിയ പരീക്ഷണത്തിൻ്റെ പേരാണ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ്. അപ്പം ചാർജ് ഓൺ ദി ഇലക്ട്രോൺ വാസ് കാൽക്കുലേറ്റഡ് ബൈ റോബർട്ട് മിലിക്കൺ ഇൻ ഹിസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ ആണല്ലോ. ഇനി നോക്കുക, ഇൻ ദിസ് മെത്തേഡ് ആ റൈറ്റ് സൈഡിലേക്ക് നോക്കുക, അവിടെ പോയിന്റ് ചെയ്യുന്നുണ്ട് ഓയിൽ ഡ്രോപ്പ്ലെറ്റ്സ് നമ്മൾ സ്പ്രേ ചെയ്യും ഇൻ ഫോം ഓഫ് മിസ്റ്റ്. ഇപ്പോൾ നമുക്കറിയാം വീട്ടിൽ സ്പ്രേ ഉണ്ട്, നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ലിക്വിഡ് എങ്ങനെയാണ്, മിസ്റ്റ് പോലെയാണ് ഇല്ലേ, തുള്ളികളായിട്ട് വേപ്പറായിട്ടാണ് തെറിച്ച് വീഴുന്നത്. അങ്ങനെ തെറിച്ച് വീഴുന്ന ഓയിൽ ഡ്രോപ്പ്ലെറ്റ്സ് ആണ് നമ്മളിവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ആ ഒരു ടൈനി ഹോള് വഴി ഓയിൽ ഡ്രോപ്പ്ലെറ്റ്സ് എന്ത് ചെയ്യുന്നു, ഈ ചേമ്പറിനകത്തേക്ക് കയറുന്നു. ഇനി നോക്കുക, ഇവിടെ ഒരു പ്ലേറ്റ്, അതിൻ്റെ തൊട്ട് താഴെ ഞാൻ ഒരു പ്ലേറ്റ് ഇങ്ങനെ വരച്ചിട്ടുണ്ടല്ലേ. ആ പ്ലേറ്റ് ഇലക്ട്രിക്കലി ചാർജ് ഉള്ള പ്ലേറ്റ്സ് ആണ്. അത് ഇലക്ട്രിക്കലി ചാർജ്ഡ് പ്ലേറ്റ് ആണ്. അപ്പോൾ അതുവഴി അതിൻ്റെ ഒരു ഗ്യാപ്പ് വഴി ഡ്രോപ്പ്ലെറ്റ്സ് എന്ത് ചെയ്യും, താഴേക്ക് വരും. അങ്ങനെ താഴേക്ക് വരുന്ന ഒരു ഡ്രോപ്പ്ലെറ്റ് നമ്മളവിടെ പോയിന്റ് ചെയ്യുന്നുണ്ട്, കണ്ടോ. അങ്ങനെ താഴേക്ക് വന്ന വൺ ഓഫ് ദി ഡ്രോപ്പ്ലെറ്റ് ആണ് നമ്മളവിടെ പോയിന്റ് ചെയ്തേക്കുന്നത്. ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ത്രൂ എ മൈക്രോസ്കോപ്പ്. റൈറ്റ് സൈഡിലേക്ക് നോക്കുക, അത് നമ്മൾ ഒരു മൈക്രോസ്കോപ്പ് വഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മൈക്രോസ്കോപ്പോ ടെലസ്കോപ്പ് എന്തോ ആവട്ടെ കേട്ടോ, നമ്മൾ അതുവഴി എന്ത് ചെയ്യുന്നു, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ പറഞ്ഞ ഡ്രോപ്പ്ലെറ്റ്സിൻ്റെ ചലനം അദ്ദേഹം നോക്കുന്നത് മൈക്രോസ്കോപ്പ് വഴിയാണ്. അതുവഴി മിലിക്കണിന് ആ ഡ്രോപ്പ്ലെറ്റ്സിൻ്റെ വേഗത അനുസരിച്ച് അതിൻ്റെ മാസ് അദ്ദേഹം എന്ത് ചെയ്തു, കണക്കൂട്ടി. ഈ താഴേക്ക് വരുന്ന ഓയിൽ ഡ്രോപ്പ്ലെറ്റ്സിൻ്റെ വേഗത അനുസരിച്ച് ഹീ ക്യാൻ ഏബിൾ ടു കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് ദി ഓയിൽ ഡ്രോപ്പ്ലെറ്റ്. അപ്പോൾ മാസ് കിട്ടിയല്ലോ. ഇനി നമുക്കറിയാം ഇതിനകത്തൂടെ എക്സ്റേസ് പാസ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഈ ചേമ്പറിനകത്തൂടെ എക്സ്റേസ് പാസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇതിനകത്തുള്ള ഗ്യാസ് എന്ത് ചെയ്യും, അയണൈസ് ചെയ്യും. എക്സ്റേസ് ഒരു ഗ്യാസിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്യാസ് എന്താകും, അയോൺസ് ആകും. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അയണൈസ് ചെയ്തു. അപ്പം നോക്കുക, ഇലക്ട്രിക്കൽ ചാർജ് ഓൺ ദീസ് ഡ്രോപ്പ്ലെറ്റ്സ് വാസ് അക്വേർഡ് ബൈ കൊളിഷൻസ് വിത്ത് ഗേഷ്യസ് അയോൺസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ഓയിൽ ഡ്രോപ്പ്ലെറ്റ്സിന് ചാർജ് കിട്ടുന്നു. അവർ ഇതിനകത്തുള്ള എങ്ങനെ ചാർജ് ഇടുന്നു, ഗേഷ്യസ് അയോൺസുമായി കൊളൈഡ് ചെയ്യും. എക്സ്റേസ് പാസ് ചെയ്തപ്പോൾ ഇതിനകത്തുള്ള ഗേഷ്യസ് അയോൺസ് അവർക്ക് ചാർജ് കിട്ടുകയും കൊളിഷൻ്റെ ഫലമായിട്ട് ആ ചാർജ് ആർക്ക് കൈമാറുന്നു, ഓയിൽ ഡ്രോപ്പ്ലെറ്റ്സിന് കൈമാറുകയും ചെയ്യുന്നു. ഇനി നമ്മുടെ ഡ്രോപ്പ്ലെറ്റ് താഴേക്ക് വരുന്നത് ചാർജും കൂടെ കൊണ്ടാണ്. നേരത്തെ ചാർജ് ഇല്ലായിരുന്നു, ഇനി എന്താണ്, ചാർജും കൂടെ കൊണ്ടാണ് ഡ്രോപ്പ്ലെറ്റ്സ് താഴേക്ക് വരുന്നത്. ഓക്കെ, ഈ ചാർജ് കിട്ടുമ്പോൾ ഇവരെ താഴേക്കുള്ള പതനം അത് ഒന്നുകിൽ ആക്സിലറേറ്റ് ചെയ്യപ്പെടാം, വേഗത കൂടാം, ഓർ റിട്ടാർഡഡ്, വേഗത കുറയാം, ഓർ ഇറ്റ് മേ ബി സ്റ്റേഷനറി ഡിപ്പെൻഡിങ് ഓൺ ദി ചാർജ് ഓൺ ദി ഡ്രോപ്പ്ലെറ്റ്സ് ആൻഡ് ദി പൊളാരിറ്റി ഓർ വോൾട്ടേജ് ഓഫ് ദി ഇലക്ട്രിക്കൽ പ്ലേറ്റ്സ്. അപ്പോൾ ഈ ഡ്രോപ്പ്ലെറ്റ്സിന് കിട്ടിയ ചാർജ് അനുസരിച്ചും ഈ വച്ചേക്കുന്ന പ്ലേറ്റുകളുടെ പൊളാരിറ്റി, വോൾട്ടേജ് അതനുസരിച്ചും ഇവരുടെ വേഗത കൂടാം, കുറയാം, അല്ലെങ്കിൽ മാറ്റമില്ലാതെ തുടരാം. അപ്പോൾ എന്താ, ഇലക്ട്രിക് ഫീൽഡിൻ്റെയും ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ ഡ്രോപ്പ്ലെറ്റ്സിൻ്റെ മോഷൻസ് അവർ മെഷർ ചെയ്തു. അങ്ങനെ മെഷർ ചെയ്തപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ ഓയിൽ ഡ്രോപ്പ്ലെറ്റ്സിൻ്റെ ചാർജ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഓയിൽ ഡ്രോപ്പ്ലെറ്റ്സ്, ദാറ്റ് ഈസ് നമ്മൾ Q എന്ന് പറയും, ഇത് കണക്കൂട്ടാൻ സാധിച്ചു. ഇത് അദ്ദേഹത്തിന് മനസ്സിലായത് ഇങ്ങനെ കിട്ടുന്ന ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രിക്കൽ ചാർജ് ആണ്. ഓക്കെ, അദ്ദേഹം കണക്ക് കൂട്ടിയെടുത്ത ഈ പറഞ്ഞ ഓയിൽ ഡ്രോപ്പ്ലെറ്റ്സിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആണ്. ദാറ്റ് ഈസ് നമുക്കറിയാം ടോട്ടൽ ചാർജ് Q ഈക്വൽസ് NE. N മീൻസ് ഇൻ്റഗ്രൽ, E മീൻസ് ഇലക്ട്രോണിൻ്റെ ചാർജ്. അപ്പോൾ ആകെ കിട്ടിയ ടോട്ടൽ ചാർജ് Q എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആണ്, വേർ N ഈക്വൽസ് എനി ഇൻറ്റിജർ 1, 2, 3 എക്സെട്ര. ഓക്കെ,
From this, he calculated charge on the electron and it is equal to 1.-1.6022 into 10 raised to minus 19 coulomb. ഇപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇലക്ട്രോണിൻ്റെ ചാർജ് കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് -1. ബോർഡിൽ നോക്കിയേ, 6022 ഇൻറ്റു 10 raised to minus 19 coulomb ആണ്. അപ്പോൾ കുറച്ചൊരു വലിയ പരീക്ഷണമാണ്, ശ്രദ്ധിക്കുക. ചാർജ് ഓൺ ദി ഇലക്ട്രോൺ, ഇത് കണ്ടുപിടിച്ചത് റോബർട്ട് മിലിക്കൺ ആണ്. ഇൻ ഹിസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് ഇദ്ദേഹം ചെയ്തത് ഓയിൽ ഡ്രോപ്സ് ഇല്ലേ മിസ്റ്റിൻ്റെ ഫോമിൽ ഈ ടൈനി ഹോൾ വഴി നമ്മുടെ ചേമ്പറിനകത്തേക്ക് കടത്തി വിട്ടു. അപ്പോൾ അതെവിടെയാണ്? ഇലക്ട്രിക്കൽ പ്ലേറ്റിന് മുകളിലായിട്ടാണ് ആ ഡ്രോപ്ലെറ്റ്സ് അവിടെ അങ്ങനെ നിൽക്കുന്നത്. ശരിയാണല്ലോ. ഇനി നമ്മൾ പറഞ്ഞത് ഈ ഗ്യാപ്പിലൂടെ ഈ ഡ്രോപ്ലെറ്റ് താഴേക്ക് വരും. ഇതൊരു ടെലസ്കോപ്പ് വഴി നമുക്ക് എന്ത് ചെയ്യാം? ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കിട്ടിയല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഇനി ചെയ്യുന്നത് ഈ പറഞ്ഞ ഡ്രോപ്ലെറ്റ്സിൻ്റെ റേറ്റ് ഓഫ് ഫാളിങ്, അത് എത്ര വേഗത്തിലാണ് താഴേക്ക് വരുന്നത്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് എന്ത് പറ്റി? ഈ ഓയിൽ ഡ്രോപ്ലെറ്റ്സിൻ്റെ മാസ് പുള്ളി നമ്മുടെ സയൻറ്റിസ്റ്റായ റോബർട്ട് മിലിക്കൺ എന്ത് ചെയ്തു? കണക്ക് കൂട്ടി. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് കിട്ടി? അവിടെ മാസ് കിട്ടി. അപ്പം ബൈ മെഷറിംഗ് ദ റേറ്റ് ഓഫ് ഫാൾ ഓഫ് ദീസ് ഡ്രോപ്ലെറ്റ്സ് മിലിക്കൺ വാസ് ഏബിൾ ടു മെഷർ ദ മാസ് ഓഫ് ഓയിൽ ഡ്രോപ്ലെറ്റ്സ്. ഇനി ഈ ചേമ്പറിനകത്ത് എന്തൊരു എയർ ഉണ്ട്. ഈ എയർ നമുക്ക് എന്ത് ചെയ്യണം? അയണൈസ് ചെയ്യിപ്പിക്കണം. അതിന് വേണ്ടി നമ്മൾ എക്സ്റേസ് പാസ് ചെയ്തു. അപ്പോൾ എക്സ്റേസ് ഒരു ഗേഷ്യസ് മീഡിയത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ ആ ഗ്യാസ് എന്താകും? അയോൺസ് ആയിട്ട് മാറും. ആസ് എ റിസൾട്ട് അവിടെ എന്തായി? ഗ്യാസ് ഗേഷ്യസ് അയോൺസ് ആയിട്ട് മാറി. ഇനി നോക്കുക, ഇനി നമ്മുടെ ഓയിൽ ഡ്രോപ്ലെറ്റ്സ് താഴേക്ക് വരുമ്പോഴത്തേക്ക് അവർക്ക് എന്ത് കിട്ടും? ചാർജ് കിട്ടും. എങ്ങനെ ചാർജ് കിട്ടി? ഗേഷ്യസ് അയോൺസുമായുള്ള കൊളിഷൻ്റെ ഫലമായിട്ട് അയോണിൻ്റെ ചാർജ് ആർക്ക് കിട്ടുന്നു? ഓയിൽ ഡ്രോപ്ലെറ്റ്സിന് കിട്ടുന്നു. ഇതിൻ്റെ ഫലമായി ഇവരുടെ റേറ്റ്, താഴേക്ക് വീഴുന്ന ആ പതനത്തിൻ്റെ വേഗത, ഇറ്റ് മേ ബി ആക്സലറേറ്റഡ്, ഇറ്റ് മേ ബി റിട്ടാർഡഡ് ഓർ ഇറ്റ് മേ ബി സ്റ്റേഷനറി depending upon the charge of the oil droplets or polarity or voltage of electric plates. Clear ആണ്? By carefully measuring the effects of electrical field strength on the motion of oil droplet. ഇല്ലേ, ഈ ഓയിൽ ഡ്രോപ്പിൻ്റെ ചലനത്തിൽ ആർക്ക് സ്വാധീനമുണ്ട്? ഇലക്ട്രിക്കൽ ചാർജിനുള്ള സ്വാധീനം. അത് കണക്കിലെടുത്തുകൊണ്ട് മിലിക്കൺ കൺക്ലൂഡഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക്കൽ ചാർജ്. മിലിക്കണ് മനസ്സിലായ കാര്യം, ഈ ഓയിൽ ഡ്രോപ്ലെറ്റ്സിന് കിട്ടിയ ആകെ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ അടിസ്ഥാനപരമായ ചാർജിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ആകെ ചാർജ് Q ആണ്, അത് NE ആണ്. N മീൻസ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോൺ, വേർ N ഈക്വൽസ് N ഇൻറ്റിജർ. ഓക്കെ. From this equation he calculated charge on the electron and it is -1.6022 into 10 raised to minus 19 coulomb. ഇനി നിങ്ങൾ ആ റൈറ്റ് സൈഡിലേക്ക് നോക്കുക, അവിടെ ഞാൻ മാസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് നോക്കുക, E/E/m ആണ്. മാസ് ഓഫ് ഇലക്ട്രോൺ E/E/m ആണ്. E മീൻസ് ചാർജ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. E/m ചാർജ് ടു മാസ് റേഷ്യോ കുറച്ച് മുന്നേ കണ്ടുപിടിച്ചു. അത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പം ഇലക്ട്രോണിൻ്റെ മാസ് കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് 9.1 into 10 raised to minus 31 കിലോഗ്രാം. അപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 9.1 into 10 raised to minus 31 കിലോഗ്രാം ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇലക്ട്രോണിൻ്റെ ഡിസ്കവറി, കാഥോഡ് റേസിൻ്റെ എമർജിങ്ങിൻ്റെ ഫലമായിട്ടാണ് ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചത്. പിന്നെ ഇലക്ട്രോണിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ ചാർജ് ടു മാസ് റേഷ്യോ, അതിൻ്റെ ചാർജ് മാസ് എല്ലാം നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു എക്സ്ട്രാ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആ കാഥോഡ് റേസിൻ്റെ ഒറിജിൻ, ആ ഫിഗർ നമ്മൾ ശ്രദ്ധിക്കുക. കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബിൽ നിന്നും കാഥോഡ് റേസ് ഇറങ്ങിയ ആ ഒരു ഫിഗർ നമ്മൾ നോക്കുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കാഥോഡ് റേസ് ഇറങ്ങിയത് കറക്റ്റ് ഈ കാഥോഡിൽ നിന്നല്ല. ഈ കാഥോഡിനും ആനോഡിനും ഇടയ്ക്കൊരു ഫ്രീ സ്പേസ് ഉണ്ട്. ആ ഫ്രീ സ്പേസിൽ എന്തുണ്ട്? ഗ്യാസ് ഉണ്ട്. ശരിയല്ലേ? ഈ ഗ്യാസ് മോളിക്യൂൾസും അതുപോലെ ഇലക്ട്രോൺസുമായുള്ള ഗ്യാസ് മോളിക്യൂൾസിനകത്ത് ഇലക്ട്രിസിറ്റി നമ്മൾ പറഞ്ഞല്ലോ വന്നിടിക്കുന്ന സമയത്താണ് എന്ത് സംഭവിച്ചത്? ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടിയത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. കാഥോഡ് റേസ് ആദ്യം ഉണ്ടാകുന്നത്
കാഥോഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെ നിന്നാണ്? കാഥോഡിൽ നിന്നാണ്. അതിനുശേഷം നിങ്ങൾ അറിയേണ്ട കാര്യം, അവിടെ എന്തിറങ്ങി? കാഥോഡിൽ നിന്ന് ഇലക്ട്രോൺസ് ഇറങ്ങി. ഈ പോകുന്ന ഇലക്ട്രോൺസ് കാഥോഡിനും ആനോഡിനും ഇടയ്ക്കുള്ള ഗ്യാസിൽ പോയി തട്ടും. ആ കൊളിഷന്റെ ഫലമായിട്ട് ഈ ഗ്യാസ് മോളിക്യൂൾസിൽ നിന്നാണ് ആര് പുറത്തേക്ക് ചാടുന്നത്? കാഥോഡ് റേസ് പുറത്തേക്ക് ചാടുന്നത്. അപ്പോൾ ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. ടെക്സ്റ്റിനകത്ത് പറയുന്നില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് തോന്നും? കാഥോഡ് റേസ് വരുന്നത് കാഥോഡിൽ നിന്നാണ്. പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? കാഥോഡിൽ നിന്നാണ്. പക്ഷെ അതിനുശേഷം കാഥോഡിനും ആനോഡിനും ഇടയ്ക്കുള്ള ഗ്യാസ്, ശരിയല്ലേ? ആ ഗ്യാസിൽ അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസിൽ ആര് പിടിക്കുന്നു? ഈ ഇവിടെ നിന്നിറങ്ങിയ ഇലക്ട്രോൺസ്, കാഥോഡിൽ നിന്നിറങ്ങിയ ഇലക്ട്രോൺസ് പോയി ഇടിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ദെൻ പിന്നെ കാഥോഡ് റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇലക്ട്രോണിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ തീർത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഡിസ്കവറി ഓഫ് ആരാണ്? പ്രോട്ടോൺ ആണ്.